എന്നാണ് യുവ ഡോക്ടറുടെ പരാതി. യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഡോക്ടറുടെ മൊഴി. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വേടന് നോട്ടീസ് നൽകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അല്ല, ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇന്നലെ മൊഴി എടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. 376, 376(2)N IPCയുടെ സെക്ഷൻസ് ആണ് ഉള്ളത്. പരാതി നൽകിയ ശേഷം അതിജീവിതയ്ക്ക് ഫോണിലൂടെ ഭീഷണി ഉണ്ടായതായി പരാതിക്കാരിയുടെ അഭിഭാഷക പറയുകയാണ്. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പരാതി വൈകിയത് മാനസിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലായതിനാലാണെന്നും അഭിഭാഷക പറഞ്ഞു. പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത്. കാരണം അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്ന് സമൂഹത്തെ മുമ്പാകെ ഒരു പരാതി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്രൈവസിയെ മാനിക്കേണ്ടതുണ്ട്. സൈഫനിസ അലിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സൈഫനിസ, ഇപ്പോൾ ഈ വേടനെതിരായ പോലീസ് നടപടി എങ്ങനെയാണ്? പരാതിക്കാരിയുടെ അതിജീവിതയുടെ അഭിഭാഷകയുടെ വാക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? സേതുലക്ഷ്മി, ഇന്നലെ രാത്രിയാണ് ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഈ വേടനെതിരെ പരാതിക്കാരി മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ പരാതിക്കാരിക്ക് ചില ഭീഷണി ഉണ്ടായി എന്നാണ് ഇപ്പോൾ അഭിഭാഷക പറയുന്നത്. ഇത് കൂടാതെ തന്നെ ചില മാധ്യമപ്രവർത്തകർ ഇവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു എന്നും പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ അഭിഭാഷക. വേടന്റെ ആശയങ്ങൾക്കെതിരെയുള്ള ഒരു പരാതിയൊന്നുമല്ല ഇത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ബലാത്സംഗമായിരുന്നു ഉണ്ടായത്. ബലാത്സംഗം ഉണ്ടാവുകയും പിന്നീട് ഇദ്ദേഹം വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. IPC വകുപ്പുകൾ പ്രകാരമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകളാണ്, ഭാരതീയ ന്യായ സംഹിതയല്ല, നേരത്തെ ഉണ്ടായ സംഭവങ്ങളായതുകൊണ്ട് IPC വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 376(2) 376 വകുപ്പുകൾ പ്രകാരമാണ്. അതായത് റിപ്പീറ്റഡ് ബലാത്സംഗം എന്നുള്ള വകുപ്പുകളുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് നൽകി വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാകുമലാദിത്യ പറഞ്ഞത്. ഓക്കെ, ശരി. സൈഫനിസ അലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.